Hi, assalamu alaikum. Welcome back to my channel Mymoonz kitchen. അപ്പം ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഒരു റൊട്ടിയും അതുപോലെ തന്നെ ഒരു കറിയുമാണ് ഉണ്ടാക്കുന്നത്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. രാവിലത്തെ ആ ഒരു തിരക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു തിരക്കാണല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ടക്കറിയും കലത്തപ്പമാണ് ഉണ്ടാക്കിയത്. കലത്തപ്പം ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ സുറ സ്റ്റൈൽ കാസർഗോഡ് സ്റ്റൈലിലുള്ള കലത്തപ്പം. അപ്പോൾ ഇത് വെള്ളാപ്പത്തിൻ്റെ കൂട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മുട്ടക്കറി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ ഭയങ്കര ടേസ്റ്റിയുമാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം ഞാനിപ്പോൾ ആദ്യം 3 മുട്ട ഒന്ന് വേവിക്കാനായി വെക്കുന്നുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഓരോന്നും റെഡിയാക്കി എടുക്കാമല്ലോ. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മുട്ട വേവിക്കാൻ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തൊലി കളയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒന്ന് വേണ്ട, വലുതായതുകൊണ്ട് തന്നെ ഹാഫ് മതി. പിന്നെ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാക്കുന്നില്ല. 3 മുട്ടക്ക് കണക്കായിട്ടുള്ള ഗ്രേവിയാണല്ലോ, അപ്പോൾ അതിന് ഹാഫ് പീസ് മതി. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവയാണ് എടുത്തത്. പിന്നെ ഗ്രേവി ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പൗഡർ ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ എടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ ഇന്നലെ വെള്ളാപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചു വെച്ചതാണ്. സാധാരണ വെള്ളാപ്പത്തിൻ്റെ ആ ഒരു കൂട്ട് തന്നെയാണ്. ഈസ്റ്റും പിന്നെ ഞാൻ തേങ്ങ വെള്ളം ചേർത്തിട്ടാണ് സ്വതവേ ഈ വെള്ളാപ്പം അരച്ചെടുക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ അരച്ചെടുത്തിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ വെള്ളാപ്പത്തിൻ്റെത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിപ്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളാപ്പം ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാനിപ്പം ഈ ഒരു മാവ് കൊണ്ട് വെള്ളാപ്പമായിട്ടല്ല ഉണ്ടാക്കുന്നത്, കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതൊരു പകുതിയോളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം അന്ന് സൂറ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തിന്നപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഇത് പുറം ഭാഗം നല്ലൊരു ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കറീൻ്റെ കൂടെ കറുമുറയായിട്ട് തിന്നാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം കുറച്ചധികം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വേവുന്ന സമയത്തേക്ക് ഞാനിപ്പം മുട്ടക്കറി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മുട്ട ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടില്ല, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയി ഒരു മുട്ട. എന്നാലും കുഴപ്പമില്ല, ഇതങ്ങ് കറിയിലിടുന്നതല്ലേ. അപ്പം മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ എണ്ണയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുട്ടയും ഇട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം മുട്ടയിലേക്ക് ഈ ഒരു മസാല എല്ലാം അങ്ങ് നന്നായിട്ട് പിടിച്ച് നിന്നോളും, നന്നായിട്ട് കോട്ടായി നിന്നോളും. അപ്പം അങ്ങനെയാണ് ഇവിടെ മുട്ട പൊരിക്കുക. അപ്പം ഇങ്ങനെയാണ് ഇവിടെ മുട്ട പൊരിക്കുക. അപ്പം നല്ലൊരു കോട്ടിംഗാണ് കിട്ടാൻ മുട്ടക്ക്. അപ്പോൾ ഇനിയിപ്പം എല്ലാ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മുട്ട നന്നായി പൊരിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഫ്ലെയിം എന്തായാലും ഈ സമയത്ത് ലോ ആക്കി വെക്കണം. അങ്ങനെ ഞാനിപ്പം മുട്ട എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഓയിൽ തന്നെയാണ് ബാക്കിയുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു ഗ്രേവി ഇങ്ങനെ തന്നെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കും. മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു പേസ്റ്റാണ് പിന്നെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞെടുക്കുന്നതിന് വലിയ സൈസിൻ്റെ പ്രശ്നമൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താലും മതി. പിന്നെ ഇതൊക്കെ വഴറ്റിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന കറിക്കൊരു ടേസ്റ്റ് ആയിരിക്കും. വഴറ്റിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിക്ക് അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക.
അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വലുതാണെങ്കിൽ 1 മതിയാവും. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വന്നാൽ മതി. കാരണം നമ്മൾ ഇനി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുപാടങ്ങ് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. അപ്പോഴേക്കും നമ്മുടെ കലത്തപ്പം ഇതാ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതൊന്ന് വേവാനെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഞാനിപ്പോൾ ഒരു 5-8 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത ഭാഗത്തേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് ഒന്നങ്ങ് മൊരിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് അടച്ചു വെച്ചിട്ട് മൊരിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചെടുത്തൊരു പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഒരു ഗ്രേവി ആക്കി എടുക്കുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എടുക്കണ്ട. അതായത് ഉള്ളി തക്കാളി ഒന്നും കുറേ എടുക്കണം എന്നില്ല. എന്തായാലും അരച്ച് പേസ്റ്റ് ആക്കുമ്പം നല്ലൊരു തിക്നെസ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ടക്ക് 3 ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് ഞാൻ കുറേയൊന്നും എടുത്തിട്ടില്ല. ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ 2 തക്കാളിയും 2-3 പച്ചമുളക് അത്രയേ വേണ്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മസാലക്കൂട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം ആ പൊടികൾ മാത്രം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ആ ഒരു എണ്ണയിലൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. എല്ലാം നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നു കഴിഞ്ഞാൽ മിക്സിൻ്റെ ചെറിയ ജാറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് അരയുമ്പം കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഇതാ പാൻ ഞാൻ വീണ്ടും ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ കുറച്ച് ഞാൻ ആദ്യം ചിക്കൻ പൊരിച്ചതിൻ്റെ ഓയിൽ കുറച്ചുണ്ട്. അത് കളറുള്ളത് കൊണ്ട് ഞാൻ എടുത്തത്. ആ ഒരു കളറ് എന്തായാലും നമ്മുടെ കറി കുറച്ച് കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഓയിൽ എടുത്തതാണ്. പിന്നെ ഇത് നന്നായിട്ട് ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. ഓൾറെഡി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത സാധനമാണ്. എന്നാലും ആ എണ്ണയിൽ ഈ ഒരു ഗ്രേവി ഒന്ന് മൂത്ത് വരുമ്പം നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ വരും. അപ്പം ഇതിപ്പം നന്നായിട്ട് തിളച്ച് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ നന്നായി തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗ്രേവി എത്ര വേണോ അതിന് കണക്കായിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് ഗ്രേവി ഒന്നും വേണമെന്നില്ല. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കുറുകിയിട്ടുള്ള കറിയാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പം വെള്ളം പച്ചവെള്ളം അല്ല ഒഴിക്കേണ്ടത്, കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ തിളച്ച് വരുന്ന കറികളിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പം ഈ ഗ്രേവി നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല. 2 ടീസ്പൂൺ തേങ്ങാപ്പൊടി, ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലിൻ്റെത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രേവി തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട ഞാനിപ്പോൾ ഇത് പരന്ന പാത്രം ആയതുകൊണ്ട് നമ്മുടെ ഗ്രേവി മുട്ടയിൽ അങ്ങ് മിക്സ് ആവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്നങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ ഒന്ന് അരിഞ്ഞ് വിതറാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എന്താ പറയുക, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പം അടിപൊളിയായി. തേങ്ങാപ്പാലില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ഗ്രേവി തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴേക്കും നമ്മുടെ കലത്തപ്പവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുകയാണ്. പിന്നെ ഇത് വേവിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഉള്ളുള്ളത് കൊണ്ട് കുറച്ച് അധികമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളുണ്ടാവും. അതുകൊണ്ടൊരു
മാക്സിമം 5 മുതൽ 8 മിനിറ്റ് വരെ ഓരോ സൈഡും. ഒരു സൈഡ് 5 മുതൽ 8 മിനിറ്റ് വരെ വെക്കുക, തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡിൽ 5 മുതൽ 8 മിനിറ്റ് വരെ വെക്കുക. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ സോഫ്റ്റാണ്, നല്ല ആരൊക്കെ ഉണ്ട് ഈ ഒരു കലത്തപ്പത്തിന്. അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പം നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പവും മുട്ടക്കറിയും എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോസ് കണ്ടിട്ട് ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.